നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്ന എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു നല്ല മൈക്ക് വാങ്ങുക എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് DJIയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലോഞ്ചാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. DJI മൈക്ക് മിനി എന്ന് പറയുന്ന അവരുടെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മൈക്രോഫോൺ ആണിത്. ഞാനും ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാനൊക്കെ വളരെ എക്സൈറ്റഡ് ആണ്. ഇപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് നേരെ ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. ഇതിന് മുകളിൽ DJI മൈക്ക് മിനി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നേരെ ഞാൻ ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കിയാണ്. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഇതിനുള്ളിൽ മറ്റൊരു പാക്കിങ്ങിൽ ഒരു ചെറിയ പൗച്ച് ഉണ്ട്. ഇനിയും എന്താണ് ഈ ബോക്സിലുള്ളതെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസർ മാനുവൽ, അതേപോലെ തന്നെ വാറന്റി കാർഡ്, പിന്നെ കുറച്ചധികം സ്റ്റിക്കേഴ്സ് ഒക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട്. അടുത്തൊരു ക്യാരിങ് കേസ് ആണ്. വളരെ പ്രീമിയം ലെവലിലുള്ള ഒരു ഐറ്റം ആണിത്. നമ്മളെ മൈക്ക് വളരെ സേഫ് ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇതിലിട്ടുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. വളരെ സോഫ്റ്റ് ആണ്. അതേപോലെ തന്നെ നല്ല ഒരു ഫാബ്രിക്കിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ചെയിന്റെ ക്വാളിറ്റി ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നോക്കി എന്ത് അടിപൊളി ക്വാളിറ്റിയിലാണ് ഇവർ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കേസ് ഓപ്പൺ ആക്കുമ്പോൾ ഇതിനുള്ളിൽ നമുക്ക് 4 വിൻസ്ക്രീൻ ലഭിക്കുന്നുണ്ട്. ബ്ലാക്ക് കളറിലുള്ളതും പിന്നെ ബ്ലാക്കും വൈറ്റും ചേർന്നിട്ടുള്ള 4 വിൻസ്ക്രീൻ ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം ടൈപ്പ് A to ടൈപ്പ് C ചാർജിംഗ് കേബിൾ ഉണ്ട്. പിന്നെ ഒരു ഓഡിയോ കേബിളും ബോക്സിലുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് മെയിൻ യൂണിറ്റ് റിസീവർ മൈക്രോഫോണും ഒക്കെ വെക്കുന്ന ചാർജിംഗ് കേസ് ആണ്. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ടൈപ്പ് C പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഈ ഒരു ചാർജിംഗ് കേസ് ചാർജ് ചെയ്യുന്നത്. ഇതിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് 4 LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഡിജിയുടെ ഒരു ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. താഴെയായിട്ടും ഒരു ചെറിയ റബ്ബർ ഗ്രിപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നിരങ്ങി പോകാതിരിക്കാനാണ് ഈ ഒരു റബ്ബർ ഗ്രിപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂവിൽ പറയാനുള്ളത്. ഇനിയും ഇത് നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കാനായിട്ട് ഇവിടെ ഒരു ചെറിയ ബട്ടൺ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബട്ടണിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനാണ് സാധിക്കുക. ഇനി ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതിനുള്ളിൽ കാണാൻ സാധിക്കുക ഒരു റിസീവർ, അതേപോലെ തന്നെ 2 മൈക്രോഫോൺ, അതായത് 2 ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അതിനോടൊപ്പം തന്നെ ഇതിനുള്ളിൽ ഒരു ടൈപ്പ് C കണക്ടർ കൂടെ ലഭിക്കുന്നുണ്ട്. ടൈപ്പ് C കണക്ടർ നമുക്ക് ഐഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. ഐഫോൺ 15 മുകളിലോട്ടുള്ള എല്ലാ വേർഷനിലും നമുക്ക് ഈ ഒരു കണക്ടർ യൂസ് ചെയ്തുകൊണ്ട് ഐഫോണിലും ഈ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡിൽ പിന്നെ മിക്ക ഫോണിലും ടൈപ്പ് C ഉണ്ടല്ലോ. അപ്പം ആൻഡ്രോയിഡിലും അതേപോലെ ക്യാമറാസിലും ഏത് ടൈപ്പ് ക്യാമറ ആണെങ്കിലും അതിലൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു മൈക്രോഫോൺ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ചാർജിങ് കേസിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. അതുകൊണ്ടൊന്ന് പറഞ്ഞു തരാമേ. ഇതിന്റെ ഈ കവറിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇതിന്റെ കേബിൾ ഉണ്ടല്ലോ, ഓഡിയോ കേബിൾ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. കാരണം മുമ്പ് ഇറങ്ങിയ ഒരു വേർഷനിലും ഇങ്ങനൊരു ഫീച്ചർ ഇല്ലായിരുന്നു. കേബിൾ നമ്മൾ സെപ്പറേറ്റ് കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷെങ്കിൽ ഇതിന്റെ ഈ ബോക്സിൽ തന്നെ, ചാർജിങ് കേസിൽ തന്നെ നമുക്ക് ഓഡിയോ കേബിൾ കീപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വിൻസ്ക്രീൻ ഉണ്ടല്ലോ, വിൻസ്ക്രീൻ നമുക്ക് ഈ ഒരു മൈക്കിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇതിനുള്ളിൽ ഇത് അടച്ചു വെക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? അതായത് മുമ്പ് വിൻസ്ക്രീൻ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ചാർജിങ് കേസിൽ മൈക്രോഫോൺ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ വെക്കാൻ പറ്റത്തുള്ളായിരുന്നു. ആ ഒരു കാര്യം ഇവിടെ ഒഴിവാക്കിക്കൊണ്ട് വിൻസ്ക്രീനൂടെ ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ചാർജിങ് കേസിൽ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ചാർജിങ് കേസ് ഇപ്പം ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്ക് കുറെ അധികം മൈക്കിന് വേണ്ട അക്സസറീസ് ചാർജിങ് കേസിൽ തന്നെ വെക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രാൻസ്മിറ്റർ. ഇതിന്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയോ? വെറും 10 ഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് ഉള്ളൂ. ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെയായിട്ട് പോകോ പിൻ ഇവിടെ കണക്ട് ആയിട്ട് ചാർജ് ആവും. മറു സൈഡിൽ പവർ ബട്ടണും പെയർ ബട്ടണും നൽകിയിട്ടുണ്ട്. അതിന്റെ സൈഡിലായിട്ട് 2 LED ലൈറ്റുകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏറ്റവും മുകളിലായിട്ടാണ് ഇതിന്റെ ഒമ്നി ഡയറക്ഷണൽ മൈക്ക് നൽകിയിട്ടുള്ളത്. പിന്നെ ഒരു സൈഡിൽ പ്രത്യേകിച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ക്ലിപ്പ് കാണാനായിട്ട് സാധിക്കും. ക്ലിപ്പിന്റെ ത്രൂ നിങ്ങൾക്ക് മൈക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ മാഗ്നറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതേപോലെ മാഗ്നറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഷർട്ടിലും ടീഷർട്ടിലും ഒക്കെ ഈ മൈക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിനോടൊപ്പം ലഭിച്ച റിസീവർ. ഇതിന്റെ സൈഡിലായിട്ടൊരു ചെറിയ റോളർ നൽകിയിട്ടുണ്ട്. ഇതിലിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഗെയിൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം സൈഡിലായിട്ട് 1, 2 എന്ന് എഴുതി 2 ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്മിറ്ററിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അതായത് ട്രാൻസ്മിറ്റർ കണക്ട് ആണോ അല്ലയോ എന്നുള്ളത് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ നൽകിയിരിക്കുന്നത്. ഇതിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഓൺ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. ഈ നൽകിയിരിക്കുന്ന ഒരു ഔട്ട്പുട്ട് പോർട്ടാണ്. ഇതിൽ നമുക്ക് ഓഡിയോ കേബിൾ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ഒരു പെയറിംഗിന് വേണ്ടിയുള്ള ബട്ടൺ ഇവിടെ നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നൽകിയിരിക്കുന്ന ഈ ഹോട്ട് ഷൂ മൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് DSLR വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ബോട്ടം സൈഡിലായിട്ട് ഒരു ടൈപ്പ് C പോർട്ട് ഉണ്ട്. ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ കേസിൽ ഇട്ടുകൊണ്ട് ചാർജ് ചെയ്യാനുള്ള പോകോ കണക്ടറും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഇതിന്റെ സെൻട്രൽ നൽകിയിരിക്കുന്നത് ഈ ഒരു പോർഷൻ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഈ ടൈപ്പ് C കണക്ടർ നമുക്ക് റിസീവറിലേക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും.
ഇത് നമുക്കിനി ഫോണിൻ്റെ ടൈപ്പ് സി പോർട്ടിൽ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഫോണിലും ഈ ഒരു മൈക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ആൻഡ്രോയിഡിലും ഐഫോണിലും ക്യാമറാസിലും ഒക്കെ ഒരേപോലെ കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണിത്. ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, സാധാരണ മൈക്രോഫോണുകളിൽ കിട്ടാത്ത കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇനിയുമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതിനുശേഷം തുടർന്ന് കാണുക. അപ്പോൾ നമുക്ക് ഈ മൈക്കിൻ്റെ ട്രാൻസ്മിഷൻ റേഞ്ച് എത്രയുണ്ടെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ബ്രാൻഡ് പറയുന്നത് 400 മീറ്റർ ആണ്. ഞാൻ ഇവിടുന്ന് അങ്ങേ അറ്റം വരെ നടക്കാൻ പോവുകയാണ്. 400 മീറ്ററിൽ ഏകദേശം ഒരു 200-250 മീറ്ററോളം ഉണ്ട്. എന്തായാലും ഞാൻ അവിടെ വരെ പോയിട്ട് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ്. ഏകദേശം ഒരു 50 മീറ്റർ ഞാൻ ദൂരെ വന്നിട്ടുണ്ട്. സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരു 150 മീറ്റർ വരെയൊക്കെ ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഏകദേശം 100 മീറ്റർ ദൂരത്താണ് ഞാൻ നിൽക്കുന്നത്. ആശാനെ ചങ്ക ചക ചക ഞാനിപ്പോൾ ഏകദേശം ഒരു 200-250 മീറ്ററിന് അടുത്ത് ദൂരത്താണ് നിൽക്കുന്നത്. മൈക്രോഫോണും അവിടെ എനിക്ക് മൈക്ക് കാണാൻ പറ്റുന്നില്ല, അത്രയും ദൂരത്താണ് നിൽക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് നടന്ന് നോക്കാം അല്ലേ. 300-350 മീറ്റർ ദൂരെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും എക്സ്ട്രീമായിട്ടുള്ള ഒരു ടെസ്റ്റ് ആരും തന്നെ ഈ മൈക്കിൻ്റെ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. മൈക്കിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്നാണ് സംസാരിക്കുന്നത്. സ്ട്രെയിറ്റ് ആണ്, ഇടയ്ക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ ഇത്രയും ദൂരെ നിന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. ഇത്രയും ഡിസ്റ്റൻസിലേക്ക് പോയിട്ട് നമുക്ക് ഓഡിയോ നല്ല ക്ലിയർ ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൈക്കിൽ ഇത്രയും ഒരു റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു 150 ഒക്കെ ചെല്ലുമ്പോൾ തന്നെ അത് ഓഡിയോ കട്ടായി പോകുമായിരുന്നു. പക്ഷേ ഇതിൽ അത്രയും ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി മൈക്രോഫോണിന്റെ ഗെയിൻ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പം ഞാൻ നോർമൽ ഗെയിൻ ആണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇത് വേണമെങ്കിൽ -6 തൊട്ട് -12 വരെ ആക്കാം. അതേപോലെ തന്നെ +12 വരെയും ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഓരോന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഒന്ന് -6ലേക്ക് പോവുകയാണ്. ഇപ്പോൾ -6ലാക്കിയിട്ടുണ്ട്. സൗണ്ട് മുമ്പത്തേക്കാളും കുറച്ച് കുറഞ്ഞു കാണും. ഇനി കുറച്ചുകൂടെ സൗണ്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ -12ലേക്ക് പോകണം. ഇപ്പം -12ലായിട്ടുണ്ട്. -12 ഈ ഒരു സൗണ്ട് ആയിരിക്കും റെക്കോർഡ് ആവുക. ഇനി തിരിച്ച് നമ്മൾ നോർമലിലേക്ക് പോവുകയാണ്. ഇപ്പം നോർമൽ ഗെയിനാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് +6ലോട്ടൊന്ന് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ +6ലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിലാണ് സൗണ്ടിൽ വ്യത്യാസം വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം കുറച്ചുകൂടി സൗണ്ട് കൂടിയിട്ടുണ്ടായിരിക്കും. ഞാനൊരു നോർമലായിട്ടാണ് സംസാരിക്കുന്നത്. ഒത്തിരി സൗണ്ട് കുറച്ച് സംസാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗെയിൻ +6 അല്ലെങ്കിൽ +12 വരെയോ കൊണ്ടുപോകുക. ഇപ്പം +12ലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് നോർമൽ സൗണ്ടിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും എൻ്റെ കേസിൽ നല്ലത്. പക്ഷേങ്കിൽ ചില ആളുകൾ വളരെ പതുക്കെ സംസാരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ +12ലേക്ക് ചേഞ്ച് ചെയ്യുക. ഇനി നമ്മൾ തിരിച്ച് നോർമൽ ഗെയിനിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ നോർമൽ ലെവലിൽ ഗെയിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഔട്ട് സൈഡിൽ ഈ മൈക്കിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഞാനിപ്പം നോയിസ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്യാതാണ് ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്തതിന് ശേഷം ഏത് രീതിയിലായിരിക്കും മൈക്ക് പെർഫോം ചെയ്തതെന്ന് നോക്കണം. അപ്പോൾ ഞാനൊന്ന് മ്യൂട്ട് ആയതിനു ശേഷം നോയിസ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്ത് കാണിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മൈക്ക് ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇപ്പം നോയിസ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഔട്ട് സൈഡിൽ ഈ ഒരു മൈക്ക് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഇത്രയും ഒരു ക്വാളിറ്റിയൊക്കെ കിട്ടും. നല്ല തിരക്കുള്ള ഒരു റോഡാണ്, ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റോഡാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ ഇനിയും കൊണ്ടുപോയി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് ഇതുവരെ ഈ ഒരു മൈക്ക് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു. സ്റ്റുഡിയോ സെറ്റപ്പിനുള്ളിൽ നല്ല അടിപൊളിയായിട്ട് നോയിസ് ക്യാൻസലേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇതുപോലെ തിരക്കുള്ള ഒരു സ്ഥലത്തോട്ടൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഔട്ട്പുട്ട് ആയിരിക്കും ഈ മൈക്രോഫോണിൽ നിന്ന് ലഭിക്കാനായിട്ട് പോകും. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ അകത്തിരുന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും കിട്ടുക. ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്തിട്ടില്ല. നമുക്ക് AC ഒക്കെ ഒന്ന് ഇടാം. ഞാനിപ്പോൾ AC ഇട്ടിട്ടുണ്ട്. സാമാന്യം നല്ല സൗണ്ടും ബഹളവും ഒക്കെ വെളിയിൽ നിന്ന് അടിച്ച് കയറുന്നുമുണ്ട്. അപ്പം നോയിസ് ക്യാൻസലേഷൻ ഒന്ന് മ്യൂട്ട് ആയതിനു ശേഷം എനേബിൾ ചെയ്യാം. ഞാനൊന്ന് മ്യൂട്ട് ആകുകയാണ്. ഓക്കെ, നോയിസ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും വണ്ടിക്കകത്തൊക്കെ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക. അത് AC ഒക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ AC അങ്ങ് ഓഫ് ചെയ്തേക്കാം. AC ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ക്വാളിറ്റി ആയിരിക്കും വരിക. അപ്പോൾ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ അല്ലെങ്കിൽ ഒരു റൂമിനുള്ളിൽ എങ്ങനെയായിരിക്കും ഈ ഒരു മൈക്ക് പെർഫോം ചെയ്യുക എന്നുള്ളത് ഓൾറെഡി നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. കാരണം നിങ്ങൾ ഇപ്പം കേട്ടുകൊണ്ടിരുന്ന ആ ഓഡിയോ മൊത്തം, അതായത് ഈ വീഡിയോയുടെ തുടക്കം തൊട്ട് ഇപ്പോൾ വരെയും ഈ ഒരു മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്ത ഓഡിയോ ആണ് നിങ്ങൾ കേട്ടത്. അപ്പം ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ അല്ലെങ്കിൽ ഒരു റൂമിനുള്ളിൽ കിട്ടുക. ഇനി ഞാനിവിടെ നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്തു ഓഫ് ചെയ്തു എന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം നോയിസ് ക്യാൻസലേഷൻ ഓൺ ആണ്. ഞാൻ ജസ്റ്റ് നോയിസ് ക്യാൻസലേഷൻ ഒന്ന് ഓഫ് ചെയ്തൂടെ കാണിച്ചു തരാം. നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആയിട്ടുണ്ട്.
ഇപ്പോൾ ഓഫായി കഴിഞ്ഞപ്പം എങ്ങനെയാണ് ആ സൗണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തോളുക. ഇനി ഞാൻ നോയിസ് ക്യാൻസലേഷൻ മ്യൂട്ടായിട്ടൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ഇപ്പം നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് റൂമിനുള്ളിൽ ലഭിക്കുക. ഈ മൈക്കിന് മറ്റൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഡിജിയുടെ മറ്റേതെങ്കിലും ഡിവൈസുകൾ, അതായത് ആക്ഷൻ ക്യാമറയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിജി ഓസ്മോ ഓഡിയോ എന്ന് പറയുന്ന ആ ഒരു കണക്ടിവിറ്റിക്കാതെ നിങ്ങൾക്ക് റിസീവർ ഇല്ലാതെയും ഈ മൈക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ കൂടി ഇതിൽ നൽകിയിട്ടുണ്ട്. അതായത് ഡിജിയുടെ തന്നെ ഒരു എക്കോസിസ്റ്റം അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ വർഷം അവർ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആപ്പിൾ എക്കോസിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതേപോലെ തന്നെ ഇവരുടെ തന്നെ പല ഡിവൈസുകൾ ഇങ്ങനെ ഇന്റർ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം ഇവർ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിജിയുടെ ഓസ്മോ ഓഡിയോ കണക്ടിവിറ്റി ഉള്ള എന്തെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് റിസീവർ ഇല്ലാതെ ഈ ഒരു മൈക്രോഫോൺ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ DJI Fly എന്ന് പറയുന്ന ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് സ്മാർട്ട് ഫോണിലും റിസീവർ ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ബ്ലൂടൂത്ത് ത്രൂ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും ഈ ഒരു മൈക്രോഫോണിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ മൈക്കിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ക്യാമറ ഓൺ ആകുമ്പോൾ റിസീവർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. ഇനി നമ്മൾ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊപ്പം റിസീവർ ഓഫ് ആവും. ഇതിന്റെ ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസീവറിലെ ചാർജ് പെട്ടെന്ന് തീരത്തില്ല. അതുപോലെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റിസീവർ ഓൺ ആണോ അല്ലയോ എന്നുള്ള ഒരു ടെൻഷനും ഉണ്ടാകത്തില്ല. മൈക്കിന്റെ ക്വാളിറ്റി എത്ര നല്ലതാണെന്നുണ്ടെങ്കിലും അതിന്റെ ബാറ്ററി ബാക്കപ്പ് കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാം പണി പാളി. പക്ഷെങ്കിൽ ഈ ഒരു മൈക്രോഫോണിന്റെ ബാറ്ററി ബാക്കപ്പ് കിടുവാണ്. കാരണം ഇതിന്റെ ഒരു സിംഗിൾ ട്രാൻസ്മിറ്ററിന്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് 11.5 hours ആണ്. അതേപോലെ തന്നെ റിസീവറിന് 10.5 hours ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒരു ബ്രാൻഡും ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ചാർജിങ് കേസിന്റെ ബാറ്ററി ബാക്കപ്പ് വരുന്നത് ഏകദേശം 48 hours ആണ്. അപ്പൊ ചാർജിങ് കേസിന്റെ ഒരു ഫുൾ ചാർജിൽ നമുക്ക് റിസീവറും ട്രാൻസ്മിറ്ററും 3.6 times ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ റിസീവറും ട്രാൻസ്മിറ്ററും ഒക്കെ എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചാർജ് ചെയ്താൽ മതിയായിരിക്കും. കാരണം 11.5 മണിക്കൂറിന്റെ ഒക്കെ ഒരു ബാറ്ററി ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുതലൊന്നും വീഡിയോ ചെയ്തില്ലല്ലോ. അങ്ങനെ 1 മണിക്കൂർ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് 11 ദിവസം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓഡിയോ ക്ലിപ്പിംഗ് ഒഴിവാക്കാനായിട്ട് ഓട്ടോമാറ്റിക് ഗെയിൻ ലിമിറ്റിംഗ് ഇതിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ മൈക്രോഫോണിൽ ഇന്റേണൽ റെക്കോർഡിംഗ് ഫീച്ചർ അവൈലബിൾ അല്ല. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്തോളുക. അടുത്ത് ഇതിൽ 3 ടൈപ്പ് സൗണ്ട് ചാനൽസ് ഉണ്ട്: സ്റ്റീരിയോ, മോണോ, സേഫ് ട്രാക്ക്. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു മൈക്രോഫോൺ ആണ്. അപ്പൊ ഈ ഒരു മൈക്കിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയപ്പം ഇനി ഇത് എവിടെ നിന്ന് ബൈ ചെയ്യാമെന്നും എത്ര രൂപയ്ക്ക് കിട്ടും എന്നുള്ള കാര്യം അറിയണ്ടേ? ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിന്റെ പ്രൈസ് കൂടെ ഒന്ന് പറയാം. 2 ട്രാൻസ്മിറ്റർ ഒരു റിസീവർ ഉള്ള വേരിയന്റിന് 13,500 രൂപയാണ് വില. ഇനിയും ഒരു റിസീവർ ഒരു ട്രാൻസ്മിറ്റർ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 6,990, അതായത് 7,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ട്രാൻസ്മിറ്റർ മാത്രമായിട്ടുള്ള ഒരു വേരിയന്റ് ഉണ്ട്, അതിന് 4,300 രൂപയാണ് വില. അതായത് ഡയറക്റ്റ് ഫോണുമായിട്ട് ബ്ലൂടൂത്തിന്റെ ത്രൂ കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓസ്മോ ഓഡിയോയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉള്ളത് കൊണ്ട് തന്നെ റിസീവറിന്റെ ആവശ്യമില്ല. ട്രാൻസ്മിറ്റർ മാത്രം ബൈ ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഐഫോണിൽ മൈക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റനിങ് അഡാപ്റ്റർ നിങ്ങൾ എക്സ്ട്രാ വാങ്ങേണ്ടതായിട്ട് വരും. അതിന് ഏകദേശം 1,400 രൂപയായിരിക്കും വില വരിക. അപ്പൊ എന്തായാലും ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഇല്ല, അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. DJI നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് അതിന്റെ റിവ്യൂ പറയാനായിട്ട് അയച്ചു തന്നതാണ്. അപ്പൊ ഞാൻ ഉപയോഗിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് മൊത്തത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ്, ഒരു രീതിയിലുള്ള എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു മൈക്കിലൂടെ എങ്ങനെയാണോ ഓഡിയോ റെക്കോർഡ് ആയത് അത് ഞാൻ ഡയറക്റ്റ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അതിൽ നിന്ന് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഇതിന്റെ ഒരു ഓഡിയോ ക്വാളിറ്റി എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലുള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കാര്യം കമന്റ് ചെയ്യുക. അങ്ങനെ ഒരു റിവ്യൂ വീഡിയോ കൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മൈക്ക് ബൈ ചെയ്യാനുള്ള ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അതിന് മുമ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.